ചെല്ലാനം സ്നേഹതീരം മത്സ്യത്തൊഴിലാളി സംഘടനയുടെ ഒന്നാമത് വാർഷികാഘോഷം ഫെറോന വികാരി ഫാദർ സോളമൻ ചാരങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു. ബീച്ചിൽ കുളിക്കാനിറങ്ങി തിരയിൽ അകപ്പെട്ട വ്യക്തികളെ രക്ഷിച്ച സ്നേഹതീരം പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. കൊച്ചിയുടെ തീരമേഖലയുടെ കാവലാളുകൾ മത്സ്യത്തൊഴിലാളികളെ ഒരുമിച്ചു ചേർത്ത് കോസ്റ്റൽ പോലീസിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച കടലോര ജാഗ്രത സമിതിയുടെ ഒന്നാം വാർഷികാഘോഷവും അനുമോദന ചടങ്ങും ചെല്ലാനം മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നടത്തി. കടലിൽ കുളിക്കാനിറങ്ങി തിരയിലകപ്പെട്ട വ്യക്തികളെ രക്ഷിച്ച സ്നേഹതീരം പ്രവർത്തകരായ 3 പേർക്കും അതുപോലെ തന്നെ കടലോരം ജാഗ്രത സമിതി രൂപീകരണത്തിനും അതിന്റെ പ്രവർത്തനങ്ങൾക്കും നിസ്സീമമായ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കുമാണ് അനുമോദനം നൽകിയത്. ചെല്ലാനം പഞ്ചായത്തിലെ മത്സ്യത്തൊഴിലാളികളുടെയും തീരദേശത്തിന്റെയും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പല വേദികളിലും അധികാരികളുടെയും മുൻപിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞ 1 വർഷം കൊണ്ട് ഈ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടക്കടവ് കാക്കത്തറ ഹാളിൽ നടത്തിയ ആഘോഷങ്ങളുടെ ഉദ്ഘാടനം കണ്ടക്കടവ് സെന്റ് ഫ്രാൻസിസ് സേവ്യർ ചർച്ച് ഫെറോന വികാരി ഫാദർ സോളമൻ ചാരങ്ങാട്ട് നിർവഹിച്ചു. തീരത്തെ അധികം അഴുക്കുപൊരുളാതെ കാത്തു സൂക്ഷിക്കുവാൻ ഒരുപാട് കറുത്ത കൈകളിൽ നിന്ന് നമ്മളുടെ മക്കളെ, മാതാപിതാക്കളെ, സ്ത്രീകളെ സംരക്ഷിക്കാൻ എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നുള്ള തിരിച്ചറിവിൽ നിന്ന് നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുക, ബന്ധപ്പെടലുകൾ നടത്തുക, നന്മയോട് ചേർന്ന് നിൽക്കുക, നിയമ സംവിധാനങ്ങളോട് ചേർന്ന് നിൽക്കുക, തിന്മയെ തിരത്തുവാനായിട്ട് ചെറിയൊരു മിന്നാമിനുങ്ങായിട്ടെങ്കിലും ഒരു കൂട്ടായ്മയായിട്ട് നിലനിൽക്കുക. അതുകൊണ്ട് കഴിഞ്ഞ 1 വർഷമായിട്ട് ഉണർന്നിരിക്കുന്ന ഈ സ്നേഹതീരം ജാഗ്രത സമിതിയെ ഈ 1 വർഷം പൂർത്തിയാക്കുമ്പോൾ അഭിനന്ദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കുഞ്ഞുമോൻ തറയപ്പറമ്പിലിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ റോയ് പരിയാത്തുശ്ശേരിൽ, കണ്ണമ്മാലി SI അനിൽകുമാർ, ഹാർബർ സ്റ്റേഷൻ SI ഗിൽബർട്ട് റാഫേൽ, KSMTF ജില്ലാ പ്രസിഡന്റ് ഷിജി തയ്യിൽ, 21ാം വാർഡ് മെമ്പർ പയസ് ആൽബി, നിർഭയ വോളണ്ടിയർ ലീഡർ ജോയ്സ് ആന്റണി, ഫോർട്ട് കൊച്ചി കോസ്റ്റൽ സ്റ്റേഷൻ CPO ആദർശ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ്, ഒറ്റയ്ക്ക് ഒരിക്കലും ജീവിക്കാൻ കഴിയും. കാരണം മറ്റൊരുത്തൻ്റെ അധ്വാന ഫലം കൂടാതെ മുന്നോട്ട് പോകാൻ ഒരു മനുഷ്യനും സാധിക്കില്ല. ജനിച്ചു വീഴുമ്പോൾ തന്നെ നമ്മൾ ആശ്രിതരാണ്. അതേസമയം മറ്റു ജീവികൾ അങ്ങനെയല്ല. എൻ്റെ ആവശ്യം പ്രകൃതിയുമായി ചേർന്ന് പോകുന്നത്, പ്രകൃതിയിൽ ലഭ്യമായത് മതിയാവുക. പക്ഷെ നമുക്കത് പോരാ. നമുക്ക് ഭക്ഷണം മാത്രം പോരാ, നമുക്ക് പലതും വേണം. തീരത്തിൻ്റെ മക്കള്, കടലിൻ്റെ മക്കള് കടലിൽ ഏതൊരുമുണ്ട്. കോസ്റ്റ് ഗാർഡോ കോസ്റ്റ് പോലീസോ ന്യായമോ അല്ല. അതിൽ കൂടുതൽ നമ്മുടെ തീരത്തിൻ്റെ മത്സ്യത്തൊഴിലാളികളുടെ മക്കളെല്ലാവരും കടലിലുള്ളതുകൊണ്ടും യാതൊരു പരിചയമില്ലാത്ത വാഹനം വന്നാലും അവർക്ക് അറിയാൻ പറ്റും എന്നുള്ളൊരു അറിവോടുകൂടിയാണ് ഈ മത്സ്യത്തൊഴിലാളികളെ ഒന്നും അറിയാൻ പാടില്ലാത്ത മത്സ്യത്തൊഴിലാളികളെ ഇങ്ങനെ കുറിച്ച് തിരഞ്ഞെടുത്തത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങളൊക്കെ 2008 മുതൽ പ്രവർത്തിക്കാൻ തുടങ്ങിയതാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.